കുട്ടനാടിക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. എനിക്ക് അപ്പം തന്നെ ബസ് കിട്ടി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ബസ് കിട്ടി. എന്നിട്ട് ഞാൻ കൂട്ടുപാത ഇറങ്ങി. അവിടുന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അടുത്ത ബസ്സും കിട്ടി. കൂറ്റനാട് എത്തി. ഞാൻ പ്രധാനമായിട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. അമ്മ അവിടെ നിന്നാണ് ഒട്ടുമിക്ക സമയങ്ങളും വാങ്ങാറ് കേട്ടോ മരുന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് പോയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മരുന്ന് അവിടെ ഉണ്ടായില്ല. ഞാൻ എന്തിനാണ് കൂറ്റനാട് പോയതെന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും ചിലപ്പോൾ ആലോചിക്കും ഈ ഒരു ഗുഡ് നൈറ്റ് വാങ്ങാനാണോ പോയതെന്ന്. ചുരുക്കം പറഞ്ഞാൽ അത് മാത്രമേ എനിക്കിപ്പോൾ അവിടെ പോയിട്ട് കാര്യമായിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് അടുത്ത് പോയാൽ മതിയായിരുന്നു. കൂറ്റനാട് പോയ ബസ് കൂലി വെറുതെ നഷ്ടം എന്ന് വേണം പറയാൻ. എന്നിട്ട് ആ കൂറ്റനാട് നിന്ന് കൂട്ടുപാതയ്ക്കുള്ള ബസ് കയറി. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കൂട്ടുപാത എത്തി ഒരു ലൈമും കുടിച്ചു, കുറച്ച് കട്ട്ലറ്റും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്. അപ്പം തന്നെ അവിടുന്ന് ഞാൻ വന്ന ബസ് തന്നെ കിട്ടിയിട്ടോ. എന്നിട്ടൊരു കണ്ടക്ടർ എന്നോട് ചോദിച്ചു എന്തിനപ്പോൾ ഈ പോയേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പോയ കാര്യം നടന്നില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ മണിയേട്ടൻ്റെ കടയിൽ നിന്ന് ഐസ്ക്രീമും വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വേദു മേട്ടനെന്താ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് പോകാൻ നിൽക്കുക തോന്നുന്നുണ്ടേ. അവൻ എന്നെ കാണാഞ്ഞിട്ടുള്ള സങ്കടം കൊണ്ടാണോ ഈ നിൽക്കണതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ.